കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ഇടപെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി 4 വയസ്സുകാരിയുടെ മുന്നിൽ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചു എന്ന് അമ്മ പരാതി നൽകിയിരുന്നു. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷം മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് നടത്തണം എന്നാണ് നിർദ്ദേശം. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, ഈ യുവതിയുടെ പരാതി അത് തന്നെ കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് നൽകി എന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്തതിന് അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അതുമാത്രമല്ല, തൻ്റെ കുട്ടിക്ക് മുന്നിലും ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നു ഇയാൾ എന്നുകൂടിയാണ് അറിയാൻ സാധിച്ചത്. ഈ വിഷയത്തിലാണല്ലോ ഇപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഈ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത പങ്കുവെക്കാനുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ തന്നെ പോക്സോ വകുപ്പ് ചുമത്തണമെന്ന് ഈ പരാതിക്കാരി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഇവരുടെ പരാതിയും കുട്ടിയുടെ മൊഴിയും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ പോലീസിന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗിന് ശേഷം വീണ്ടും വിശദമായി മൊഴിയെടുക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് പോലീസ് എത്തുന്നത്. സംഭവത്തിൽ ഈ പോലീസ് പോക്സോ കേസ് എടുക്കാത്തതിൽ ഈ പരാതിക്കാരി വലിയ രീതിയിൽ ഒരു അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കുന്നതടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്തയിൽ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെടുന്നു. കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് നൽകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് കൗൺസിലിംഗ് നൽകേണ്ടത് എന്നാണ് മെഡിക്കൽ DMOയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേസിന്റെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇത് നീങ്ങുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ യുവതി ഭർത്താവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഭർത്താവാണ് ഇതിലൊരു പ്രതി. ഈ സംഭവം നാട്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അശ്ലീല ദൃശ്യങ്ങൾ, കിടപ്പറ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഇത് പോസ്റ്റ് ചെയ്തു, ഒരു സ്വകാര്യ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഗുരുതര ആരോപണം ഈ ഭാര്യ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഒരു അന്വേഷണം നടക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യാനായി തുടങ്ങുന്നത്. നിലവിൽ പോക്സോ വകുപ്പ് ചുമത്തണം എന്നാണ് ഈ യുവതി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ വിശദമായ മൊഴി കൗൺസിലിംഗിന് ശേഷമുള്ള മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും അത്തരം നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും കുട്ടിയുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുക, പ്രത്യേകിച്ച് കൗൺസിലിംഗ് നൽകിയ ശേഷം രേഖപ്പെടുത്തുക എന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു. അതിലൂടെ ഇതിൻ്റെ യഥാർത്ഥ വശം എന്ത് എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.